നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇത് എന്നാ നിർത്ത്, ഒരു സെക്കൻഡ് നിർത്ത്. നീയാണോ എനിക്ക് പഠിപ്പിച്ചു തരാ? അല്ല, ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണേണ്ടത്, നീ എനിക്ക് പഠിപ്പിച്ചു തരണം. അല്ലല്ല, സിനിമയെ കുറിച്ച് നീ എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് രണ്ടുണ്ട്. നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടുകൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാർ ഇരിക്കെ പ്രസ് മീറ്റിൽ നീ ജീവിതത്തിനെ വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്യുന്നു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി. നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇത് എന്നാ നിർത്ത്, ഒരു സെക്കൻഡ് നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നതല്ലോ. അല്ലല്ലോ നീ പറഞ്ഞേക്ക്. ആവശ്യമില്ലാത്ത കുഴപ്പമില്ല, നീ അത് ചോദ്യം അല്ലെന്നേ. നീ ചെയ്ത പോലെ തന്നെ അവനും ഒരു ഇതായിട്ട് ചോദിക്കുന്ന ഞാൻ സീരിയസ് ആവണോ, ഞാൻ എന്താവണമെന്നുള്ളത് നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ. ഒരു സെക്കൻഡ്, അത് വിടും. അതായത് അല്ല, ഇപ്പൊ അതിനോൻ ചോദിച്ചതിനെന്താ മിസ്റ്റേക്ക്? ആ പയ്യൻ ചോദിച്ചതിന് യാതൊരു മിസ്റ്റേക്കും ഇല്ല. കാരണം മാസത്തിന് 4-5 പടങ്ങള് നമ്മൾ തന്നെ കാണുന്നില്ല ആ പടങ്ങൾ ഏതാണെന്നുള്ളത്. അത് വെളുപ്പിക്കലല്ലേ? അത് ചോദിക്കാൻ പറ്റാത്ത പ്രശ്നം. നിങ്ങൾ ഈ കണ്ട എല്ലാ ഇന്റർവ്യൂസിലും കൊടുത്തിരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ചെയ്തതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അവൻ ആ പബ്ലിക്കായിട്ട് ചോദിക്കട്ടില്ലേ? യൂട്യൂബിൽ താഴെ ഇടുന്ന കമന്റ് വെച്ചിട്ടാണോ നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം? നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നു പറയാൻ? എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന്? ഈ താഴെ യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആൾക്കാരെയാണ് പറഞ്ഞിട്ടല്ലേ? നിനക്ക് എന്താണെന്ന് അറിയാമോ ഇതിനെ കുറിച്ച്, സിനിമയെ കുറിച്ച്? അപ്പൊ മിണ്ടരുത്. ആവശ്യമില്ല. നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നത് അറിയാമോ? അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക. ഒക്കെ ചോദിക്കണമെങ്കിൽ പല കാര്യങ്ങളും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും അറിയാം. ബ്ലാക്ക് വൈറ്റ് ആക്കണതും വൈറ്റ് ബ്ലാക്ക് ആക്കണ എല്ലാ പരിപാടികൾ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം. പക്ഷെ ഓൻ എന്നാലും കണ്ടുപിടിച്ചല്ലോ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അതിന് ഇളിയന്റെ ആവശ്യമൊന്നുമില്ല. എന്മാര് ഇളിയ, എന്ത് ഇളിയനാണ്? എല്ലാവർക്കും മനസ്സിലായിക്കണേ ഈ ഇളിയല് കൂടുതലാണെന്നുള്ളത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവൻ ചോദിക്കണ്ടേ മൊത്തം ചോദിച്ച്. അവനിപ്പോ ഉള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾ വളർത്തുന്നത്. നിങ്ങൾ വെറുതെ പോയിട്ട് ഇരിക്കുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് റീച്ചും കിട്ടും, അവർക്ക് റീച്ചും കിട്ടും, എല്ലാവർക്കും പേയ്മെന്റ് ഒരേപോലെ തന്നെ. അവൻ ചോദിച്ചതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. വേറെ ഹാഷാവേണ്ട കാര്യമൊന്നുമില്ല.